വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമായ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആ ഭാഗമാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫിക്സ്ഡ് അസറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മൾ +1 പഠിക്കുന്നുണ്ട് ഫിക്സ്ഡ് അസറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഫിക്സ്ഡ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് റിമെയിൻ ഇൻ എ ബിസിനസ് ഫോർ എ പീരിയഡ് മോർ ദാൻ 1 ഇയർ. അതിൽ പറയണത് എന്താ? ഫിക്സ്ഡ് അസറ്റ് എന്താണ്? ബിസിനസ്സിൽ ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന അസറ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യില്ല, അത്ര പെട്ടെന്നൊന്നും വിൽക്കില്ല. എന്താ അത്ര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അതൊക്കെ വിൽക്കുകയുള്ളൂ. മനസ്സിലാവുണ്ട്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം നമുക്ക്? പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചറൊക്കെ ഫിക്സ്ഡ് അസറ്റിന് എക്സാമ്പിളാണ്. പറയുന്നത് എന്താ? ബിസിനസ്സിൻ്റെ ദീർഘകാല നടത്തിപ്പിന്, ബിസിനസ്സിൻ്റെ ലോങ് ടേം നടത്തിപ്പിനും അതേപോലെ തന്നെ വിൽക്കാൻ ഉദ്ദേശമില്ല, നമ്മളത് എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നുമില്ല. പിന്നെ ശാശ്വത സ്വഭാവമുള്ളതും, ശാശ്വത സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് കൂടിയതുമായ സ്വത്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? സ്ഥിര ആസ്തികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. എന്താ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം അസറ്റ് ഓർ ഫിക്സ്ഡ് അസറ്റ്. ഇതിൽ പറയണത് എന്താ? ലോങ് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് അല്ലേ. ലോങ് ടേം അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ വിച്ച് ഇൻവോൾവ്സ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫോർ ലോങ് പീരീഡ് ഈസ് ഓൾസോ കോൾഡ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ലോങ് പീരീഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ പറയും? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നും പറയും, മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്നും പറയും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് ക്യാപിറ്റലിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയണത്, നമ്മൾ സ്ഥിരം ആസ്തികൾ ദീർഘകാലത്തേക്കാണ് നമ്മളതിൽ എന്ത് ചെയ്യുന്നത്? പണം നിക്ഷേപിക്കുന്നത്. കുറച്ച് കാലത്തേക്കല്ല, ലോങ് ടേം ആയിട്ടാണ് നമ്മളതിൽ പണം നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേഗം പോയിട്ട് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ പോയി എടുക്കുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, അത്ര പെട്ടെന്ന് സാധിക്കില്ല. രണ്ടാമത്തത്, ദീർഘകാല ആസ്തികളിലുള്ള നിക്ഷേപത്തിൻ്റെ അളവ്. ദീർഘകാല ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിൻ്റെ അളവ് എപ്പോഴും എന്തിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ നിക്ഷേപത്തേക്കാൾ കൂടുതലായിരിക്കും ദീർഘകാല ആസ്തികളിലുള്ള നിക്ഷേപത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീരുമാനങ്ങൾ. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ പഠിച്ചതല്ല, ലോങ് ടേം ആണല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീരുമാനങ്ങൾ അത് എന്തിലേക്കാണ് നയിക്കുന്നത്? ബിസിനസ്സിൻ്റെ ഭാവിയെയും അതിൻ്റെ ലാഭത്തെയും സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തീരുമാനം എടുക്കുന്നത് ബിസിനസ്സിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എന്ത് ചെയ്യാൻ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോലെയുള്ള ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ലോങ് ടേം ഗ്രോത്ത്. Long term growth means the fund invested in fixed asset are likely to yield return in future and affect the future prospect of the business. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് നമ്മൾ ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഫണ്ട് അത് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്? ഫ്യൂച്ചറിൽ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് അനുസരിച്ചിരിക്കും ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ്ഡ്. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി റിക്വയർസ് ഹ്യൂജ് എമൗണ്ട്. നമ്മൾ ഇതേമാതിരി ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെറിയ എമൗണ്ട് എന്നല്ല, വലിയ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇതേപോലെയുള്ള ഫിക്സ്ഡ് അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എമൗണ്ട് ഫണ്ട് അവിടെ എന്തായി ആവുകയാണ്? ബ്ലോക്കായി കിടക്കുവാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലെ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ എത്രമാത്രം കോസ്റ്റ് ഉണ്ട്, അതേപോലെ എത്രമാത്രം നമുക്ക് റിസ്ക് വരാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് മാത്രം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, റിസ്ക് ഇൻവോൾവ്ഡ്. ദാറ്റ് മീൻസ് ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് പ്രൊജക്റ്റ് ഈസ് അസസ്ഡ് കറക്റ്റ്ലി ബിഫോർ മേക്കിംഗ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ എത്രമാത്രം റിസ്ക് അതിലുണ്ടാവും എന്ന് നമ്മൾ നോക്കണം. നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ടാവും നമ്മൾ നോക്കണം. നല്ല റിസ്ക്കും അതേപോലെ റിട്ടേൺ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആ രീതിയിലുള്ള പ്രൊജക്റ്റുകളൊന്നും നമ്മൾ സെലക്ട് ചെയ്യരുത്.
റിസ്ക് കൂടുതലും റിട്ടേൺ കുറവാണെങ്കിൽ നമുക്കതെന്തായിരിക്കും, നമുക്ക് കൂടുതൽ നമ്മൾ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊജക്റ്റുകളൊന്നും നമ്മൾ സെലക്ട് ചെയ്യരുത്. നെക്സ്റ്റ് പോയിന്റ്, ഇർറിവേഴ്സിബിൾ ഡിസിഷൻ. ഇറ്റ് മീൻസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻവോൾവ് ഹ്യൂജ് ഫണ്ട്. വൺസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ്, ഫണ്ട്സ് കനോട്ട് ബി വിഡ്രോൺ ക്വിക്ക്ലി. അതിൽ പറയുന്നത് എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ നല്ലോണം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ് ചെയ്തത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ലോങ് ടേം ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പിന്നെ പെട്ടെന്ന് പോയിട്ട് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, സാധ്യമാവണ കാര്യമല്ല. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് എക്സാമിന് കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഈ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ്, രണ്ടാമത്തത് സൈസ് ആൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, മൂന്നാമത്തത് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, നാലാമത്തത് ടെക്നോളജി അപ്ഗ്രഡേഷൻ, അഞ്ചാമത്തത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ആറാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ, ഏഴാമത്തത് ലെവൽ ഓഫ് കൊളാബറേഷൻ. ഇത്രയും പോയിൻറ്റ്സ് ആണുള്ളത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം, നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൻ്റെ സ്വഭാവം. ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് തീരുമാനം എടുക്കുക, ഫിക്സ്ഡ് ക്യാപിറ്റലിനെ പറ്റിയിട്ടൊക്കെ തീരുമാനം എടുക്കുക. അപ്പോൾ നോക്കുക, മാനുഫാക്ചറിങ് കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എന്ത് വേണ്ടി വരും, ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണ്ടി വരും. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ട്രേഡിംഗ് കൺസേൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്തേ നടക്കുന്നുള്ളൂ, ബൈയിങ് സെല്ലിങ്ങും അല്ലേ നടക്കുന്നുള്ളൂ. അപ്പോൾ വലിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണ്ടി വരും. ചെറിയ ബിസിനസ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫിക്സ്ഡ് ക്യാപിറ്റൽ മതി. ഓക്കെ, the nature of business determines the amount of fixed capital to a large extent. For example, a manufacturing concern and a public utility concern requires a large amount of capital as compared to a trading concern, since they require a large amount of investment in fixed asset. രണ്ടാമത്തെ പോയിന്റ്, സൈസ് ആൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. അവിടെ പറയുന്നത് എന്താണ്, ദ കമ്പനീസ് വിച്ച് ആർ ഓപ്പറേറ്റിംഗ് അറ്റ് ലാർജ് സ്കെയിൽ റിക്വയർസ് മോർ ഫിക്സ്ഡ് ക്യാപിറ്റൽസ് ആസ് ദ നീഡ് ബിഗർ പ്ലാന്റ് മോർ സ്പേസ്. സ്മോൾ എൻ്റർപ്രൈസസ് നീഡ് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലാർജ് സ്കെയില് വലിയ രീതിയിലാണ് നമ്മുടെ അവിടെ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് വേണ്ടി വരും, വലിയ പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം വേണ്ടി വരും. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തെന്നെ വേണം, വലിയ രീതിയിലുള്ള ഫിക്സ്ഡ് ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും അല്ലേ. ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള എൻ്റർപ്രൈസസ് ആണെങ്കിൽ സ്ഥാപനങ്ങളാണ് നടത്തുന്നതെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് മതി, വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മതി എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പോയിന്റ്, ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എൻ്റർപ്രൈസ് റിക്വയർസ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ദാൻ എ ലേബർ ഇൻറ്റൻസീവ് എൻ്റർപ്രൈസ്. എന്താ അവിടെ പറയണത്, നമ്മൾ കൂടുതൽ എന്താ യൂസ് ചെയ്യുന്നത്, മെഷീനറിയാണ്. എന്നാൽ കുറച്ച് തൊഴിലാളികളും വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ മെഷീനറിയൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ മെഷീനറിയൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കറിയാം എന്ത് ചെയ്യേണ്ടി വരും, അവിടെ വലിയ രീതിയിൽ തന്നെ ക്യാപിറ്റൽ വേണ്ടി വരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ കൂടുതൽ മെഷീനറി കുറച്ച് തൊഴിലാളികളാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണം. എന്നാൽ നേരെ മറിച്ച് കുറച്ച് മെഷീനറിയും കൂടുതൽ തൊഴിലാളികളെയും വെച്ചിട്ടാണ് നമ്മൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് മതി, വളരെ കുറച്ച് ഫിക്സ്ഡ് ക്യാപിറ്റൽ മതി. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ കുറച്ച് മെഷീനറിയും കൂടുതൽ തൊഴിലാളികളുമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ മതി. കൂടുതൽ മെഷീനും കുറച്ച് തൊഴിലാളികളുമാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഹ്യൂജ് ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും. നെക്സ്റ്റ് പോയിന്റ്, ടെക്നോളജി അപ്ഗ്രഡേഷൻ. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിലെന്താ പറയുന്നത്, ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ഇലക്ട്രോണിക് ആൻഡ് ഓട്ടോമൊബൈൽസ് അസറ്റ്സ് ബിക്കം ഒബ്സലീറ്റ് ഫാസ്റ്റർ ആൻഡ് ആർ റീപ്ലേസ്ഡ് മച്ച് സൂണർ. Thus, such organizations which use assets
which are prone to obsolescence require higher fixed capital for frequent replacement. അതിലെന്താ പറയണത്? നമ്മളിപ്പോൾ നോക്കുക, നമുക്ക് ഏറ്റവും പുതിയ ടെക്നോളജിയാണ്, ഇപ്പോൾ വന്ന ടെക്നോളജി തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതുതായിട്ട് വന്ന ടെക്നോളജി മാറുമ്പോൾ നമുക്കറിയാം ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനനുസരിച്ച് ആ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെന്നെ വേണ്ടി വരും? വലിയ രീതിയിൽ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണ്ടി വരും. ഇനിയിപ്പോൾ നോക്കുക, ഇനി വേണ്ട, പുതിയ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യേണ്ട, ഇനി പഴയത് തന്നെ മതി, ഇനി ഇല്ല പഴയതുപോലെ തന്നെ മതി എന്നാണേൽ നമ്മളെ കയ്യിൽ എന്തെന്നെ മതി? വളരെ കുറച്ച് ഫിക്സ്ഡ് ക്യാപിറ്റൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്നോളജിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഫിക്സ്ഡ് ക്യാപിറ്റൽ നമുക്ക് തീരുമാനിക്കാം, ലോങ് ടേം ആവണോ അതോ കുറച്ച് മതി എന്നുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഗ്രോത്ത് പ്രോസ്പെക്റ്റ്, വളർച്ചാ സാധ്യത. അതിൽ പറയുന്നത് എ ഫാസ്റ്റ് ഗ്രോയിങ് ഓർഗനൈസേഷൻ നീഡ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ദെൻ എ സ്ലോ ഗ്രോയിങ് കൺസേൺ. എന്താ ഇതിൽ പറയണത്? അപ്പോൾ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, നല്ല വളർച്ചാ സാധ്യത ഉള്ള കമ്പനികൾക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണ്ടി വരും? കൂടുതൽ ക്യാപിറ്റൽ വേണം അല്ലേ? നല്ല വളർച്ചയുള്ള കമ്പനികൾക്ക് നല്ല ക്യാപിറ്റൽ വേണ്ടേ? നല്ല ഹ്യൂജ് ഫിക്സ്ഡ് ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും. ഇല്ലയിലാണെങ്കിലോ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്ലോ ഗ്രോയിങ് ആണ് നടക്കണേ എന്നുണ്ടെങ്കിൽ അവിടെ എന്തെന്നെ മതി? വളരെ കുറച്ച് ക്യാപിറ്റൽ തന്നെ മതി. നെക്സ്റ്റ് പോയിന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിപുലീകരണ സാധ്യത. വിപുലീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപിപ്പിക്കുക എന്ന് ആലോചിച്ചാൽ മതി. അതിൽ പറയണത് വെൻ എ ഫേം ഡൈവേഴ്സിഫൈസ് ഇൻറ്റു ന്യൂ ഏരിയാസ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ഇൻക്രീസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാണ്? അവരുടെ ബിസിനസ് പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണം, വീണ്ടും പുതിയ സ്ഥലങ്ങളിലേക്ക് അവർ ബിസിനസ് വ്യാപിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വളരെ കുറച്ച് ക്യാപിറ്റൽ മതിയോ? പോരാ, എന്തെന്നെ വേണ്ടി വരും? വളരെ വലിയ രീതിയിലുള്ള ഹ്യൂജ് ഫിക്സ്ഡ് ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും എന്ന് ഓർത്തു വയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് മറ്റുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെന്നെ വേണം? നല്ല രീതിയിലുള്ള ഫണ്ട് തന്നെ ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് പോയിന്റ്, ലെവൽ ഓഫ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റെടുക്കുക നമ്മൾ കേട്ടിട്ടില്ലേ? അതിൽ പറയുന്നത് ആൻ ഓർഗനൈസേഷൻ മേ റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ബൈ ഷെയറിങ് അനദർ ഫേംസ് ഫെസിലിറ്റി ഓർ ജോയിൻ്റ്ലി എസ്റ്റാബ്ലിഷിങ് എ പെർട്ടിക്കുലർ ഫെസിലിറ്റി. അതിൽ പറയുന്നത് എന്താ? അപ്പം നമ്മളൊരു വേറൊരു സ്ഥാപനത്തിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുവാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി? വളരെ കുറച്ച് ക്യാപിറ്റൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വേറൊരു സ്ഥാപനത്തിൻ്റെ കൂടെ നിന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി? വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രം മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ഫിക്സ്ഡ് ക്യാപിറ്റലാണ്. ഇനി നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോക്കാം. അതിൽ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്താ അവിടെ പറയുന്നത്? ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തന ചെലവിന് ആവശ്യമായ പണമാണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കുന്ന ധനമാണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കുന്ന ധനമാണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. അതാണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കറണ്ട് അസറ്റ് എന്താ നോക്കാം. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, യൂഷ്വലി 1 year ആർ നോൺ ആസ് കറണ്ട് അസറ്റ് അല്ലേ? എന്താ അവിടെ പറയുന്നത്? വളരെ പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ എക്സാമ്പിളുകൾ പറയാം നമുക്ക്? ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, റോ മെറ്റീരിയൽസ്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളുകളാണ്, കറണ്ട് അസറ്റിന് എക്സാമ്പിളുകളാണ്. ാണ് കറണ്ട് ലയബിലിറ്റി. എന്താ കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻ വിച്ച് ആർ ഡ്യൂ ഫോർ പേയ്മെൻറ്റ് വിത്തിൻ 1 year. എന്താ അവിടെ പറയുന്നത്? പേയ്മെൻറ്റ് ഒബ്ലിഗേഷനാണ്, പേ ചെയ്യാനുള്ള ബാധ്യതകളാണ് ഇതെല്ലാം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തായി പോവും? ഡ്യൂ ആവും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യണം? പേ ചെയ്യണം, കൊടുക്കണം. അങ്ങനെയുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി നോക്കുക, ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ റിവോൾവിംഗ് ക്യാപിറ്റൽ എന്നും സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രം നോക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അതിലെന്താ നോക്കുക, നമ്മൾ പണം കൊടുത്തും ക്യാഷ് കൊടുത്തിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങും അല്ലേ? റോ മെറ്റീരിയൽസ് വാങ്ങും. ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് എന്താക്കി മാറ്റും? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ എന്താ ചെയ്യുക? വിൽക്കുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ സെയിൽ ചെയ്യും. സെയിൽ ചെയ്താൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. വീണ്ടും ഈ പ്രോഡക്റ്റ് ഈ പ്രോസസ്സ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളതിന് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിൽ പണം അസംസ്കൃത വസ്തുവായും ഉൽപ്പന്നമായും എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിൽപ്പനയിൽ കൂടി വീണ്ടും അത് പണമായും മാറുകയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ പ്രവർത്തനമായതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനത്തെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചതാണല്ലേ? എന്താ ഇതിൽ പറയുന്നത്? ദ ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ ബിസിനസ് കൺസേൺ ഇൻ കറണ്ട് അസറ്റ് ഈസ് കോൾഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? എന്താ ഇതിൽ പറയണത്? ഒരു ബിസിനസ് സ്ഥാപനം കറണ്ട് അസറ്റിൽ മുടക്കിയിരിക്കുന്ന ആകെ തുകയാണ് ഏതെന്ന് പറയുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. പ്രവർത്തന മൂലധനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ്, രണ്ടാമത്തത് സൈസ് ആൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, മൂന്നാമത്തത് പ്രൊഡക്ഷൻ സൈക്കിൾ, നാലാമത്തത് ബിസിനസ് സൈക്കിൾ, അഞ്ചാമത്തത് ക്രെഡിറ്റ് അലൗഡ്, ആറാമത്തത് ഡിവിഡൻഡ് പോളിസി, ഏഴാമത്തത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, എട്ടാമത്തത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഇത്രയും പോയിന്റുകളാണുള്ളത്. ഇനി നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഏതാ? നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലേ? ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണോ അതോ കുറച്ച് മതിയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ നോക്കാം. ദ ബേസിക് നേച്ചർ ഓഫ് ബിസിനസ് ഇൻഫ്ലുവൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽസ് റിക്വയർഡ്. എ ട്രേഡിംഗ് ഓർഗനൈസേഷൻ യൂഷ്വലി needs a smaller amount of working capital compared to manufacturing organization because there is no processing in trading concern. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ, അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവർക്ക് എന്ത് വേണ്ടി വരും? വളരെ വലിയ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ ആവശ്യമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ചെറിയ രീതിയിലുള്ള ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ എന്ത് മതി? വളരെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം മതി. ഓക്കെ, രണ്ടാമത്തത് സൈസ് ആൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. സൈസ് ആൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ടോ. അവിടെ പറയുന്നത് ദ ഫേംസ് വിച്ച് ഓപ്പറേറ്റ് എ ലാർജ് സ്കെയിൽ ഹാവ് ഹൈ ഇൻവെൻട്രി ആൻഡ് ഡെപ്റ്റേഴ്സ് ആൻഡ് ഹാൻസ് റിക്വയർഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ദെൻ ഫേം വിച്ച് ഓപ്പറേറ്റ് എ സ്മോൾ സ്കെയിൽ. അവിടെ പറയണത് എന്താ? ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിലാണെങ്കിൽ, വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ എന്തെന്നെ വേണ്ടി വരും? ഹ്യൂജ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും. വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും. എന്നാൽ നേരെ മറിച്ചാണെങ്കിലോ അത്ര വലിയ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് മതി? വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രം, വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ മതി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽസും ഒക്കെ ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതിൽ പ്രവർത്തന മൂലധന ചക്രത്തിൻ്റെ വേഗത സമയമൊക്കെ അവിടെ കണക്കാക്കും. അതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം സ്പാൻ ബിറ്റ്വീൻ ദ റിസീപ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ കൺവേർഷൻ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അവിടെ പറയുന്നത് എന്താ? നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നത് തൊട്ടിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് വരെ എടുക്കുന്ന സമയം ഉണ്ടാവില്ലേ? അത് പ്രോഡക്റ്റാക്കി മാറ്റുന്ന സമയം, അതായത് പ്രൊഡക്ഷൻ സൈക്കിള്, നമ്മൾ ആ പ്രൊഡക്ഷൻ്റെ ആ സൈക്കിള്, ക്യാഷ്, റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽ, അങ്ങനെയുള്ള ആ സൈക്കിളില്ലേ, ആ സൈക്കിളിന്, ആ പ്രൊഡക്ഷൻ സൈക്കിൾ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു ആലോചിച്ചാൽ മതി? വർക്കിംഗ് ക്യാപിറ്റൽ കൂടും.
ഇപ്പം നമ്മൾ നോക്കുക അങ്ങനെ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവുകളും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ആ സൈക്കിളിൻ്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമെന്ന് ആലോചിച്ചാൽ മതി. എന്നാൽ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ സമയവും ദൈർഘ്യമൊക്കെ എന്ത് ചെയ്യാണ്, വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് തന്നെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നാളെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുവാണെന്ന് വിചാരിക്കുക. ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി, വളരെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. അപ്പോൾ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ദൈർഘ്യം കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. എന്നാൽ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് എന്ത് കുറയും, വർക്കിംഗ് ക്യാപിറ്റൽ കുറയുമെന്ന് ഓർക്കുക. നെക്സ്റ്റ് പോയിന്റ്, ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഓഫ് എ ബൂം ദ സെയിൽസ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ആർ ലൈക്ലി ടു ബി ലാർജർ ആൻഡ് ഹെൻസ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ആസ് അഗൈൻസ്റ്റ് this working capital requirement is less during depression period due to less sales and production. അവിടെ പറയണത് എന്താ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നല്ല ബൂം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വളർച്ചയും ഡിമാൻഡൊക്കെ ഉള്ള സമയത്ത് എന്ത് വേണ്ടി വരും, നമ്മൾ നല്ല ഡിമാൻഡുള്ള സമയത്ത് നമ്മൾ പ്രോഡക്റ്റുകൾ കൂടുതൽ ഉണ്ടാക്കേണ്ടി വരില്ലേ. ആ സമയത്ത് നമ്മളെ കയ്യിൽ എന്തെന്നെ വേണം, ഹ്യൂജ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ വേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ സെയിലും നല്ല രീതിയിൽ നടക്കണില്ല, പ്രൊഡക്ഷനും നടക്കണില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ സമയത്ത് നമ്മളെ കയ്യിൽ എന്ത് മതി, വളരെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം മതി. അപ്പോൾ ഇത്ര ആലോചിക്കുക, പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നല്ല ഹ്യൂജ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ നല്ല ഡിമാൻഡുള്ള സമയത്ത് നല്ല ഹ്യൂജ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇനി അല്ലാത്ത സമയത്താണെങ്കിൽ വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രം മതി. പോയിന്റ്, ക്രെഡിറ്റ് അലൗഡ് എന്ന് പറഞ്ഞാൽ, എ ഫേം വിച്ച് ഓഫർ ലിബറൽ ക്രെഡിറ്റ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂ ടു ഹയർ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. അതിൽ പറയണത് എന്താണ്, അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റിന് വാങ്ങാനുള്ള ഫെസിലിറ്റി പറഞ്ഞാൽ എന്താ, കടത്തിന് വാങ്ങാൻ അവർ അനുവദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കട കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സ് എമൗണ്ട് കൂടി വരും. എന്ത് ചെയ്യും, കൂടുതലാവും. ആ സമയത്ത് കൂടുതൽ എന്തിൻ്റെ ആവശ്യം വരും, വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. മനസ്സിലാവുണ്ടോ? ഡെപ്റ്റേഴ്സ് എമൗണ്ട് കൂടുമ്പോൾ നമ്മളെ കയ്യിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ആവശ്യത്തിനൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമ്മളെ കയ്യിൽ എമൗണ്ട് ഒന്നും കാര്യങ്ങൾ ചെയ്യാനുള്ള ക്യാഷൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ആ സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരും. പോയിന്റ്, ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഡൻഡ് നയം അല്ലേ. ഡിവിഡൻഡ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അതിൽ പറയുന്നത്, വെൻ ദ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ഇതിൽ പറയണത് എന്താ, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ലാഭവിഹിതം നമ്മൾ കൊടുക്കുന്നത് റൊക്കം പണമായിട്ടാണ്, റെഡി ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണ്ടി വരും, ഹ്യൂജ് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. നേരെ മറിച്ചാണെങ്കിൽ അങ്ങനെയല്ല കൊടുക്കുന്നതെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് മതി, വളരെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായാൽ മതി. പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അതിലെന്താ പറയണേ, ഇഫ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഈസ് സീസണൽ മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. അത് നമുക്കറിയാം അല്ലേ. നമുക്ക് ഓരോ സീസണിലാണ് ഓരോ പ്രോഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക അല്ലേ. സീസണിനനുസരിച്ചിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാം. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ മഴക്കാലം ആകുമ്പോൾ, സാധാരണഗതിയിൽ മഴക്കാലം ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കുടകൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളെ കയ്യിൽ എന്ത് വേണ്ടി വരും, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. സീസണൽ ആവുന്ന സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും എന്ന് ഓർത്ത് വയ്ക്കുക. അല്ലാത്ത സമയത്ത് അത്ര വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരുന്നില്ല. പോയിന്റ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, കാര്യക്ഷമമായ വിനിയോഗം. അതിൽ പറയണത് എന്താ, കറണ്ട് അസറ്റുകളൊക്കെ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അതിൽ പറയണത്, കമ്പനീസ് വിച്ച് ആർ എഫിഷ്യൻ്റ്ലി ഹാൻഡ്ലിങ് കറണ്ട് അസറ്റ് ലൈക്ക് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഡെപ്റ്റേഴ്സ് നീഡ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. അവിടെ പറയുന്നത് എന്താ, നല്ല എഫിഷ്യൻ്റായിട്ട്, ഹൈലി എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ നല്ല കാര്യക്ഷമമായിട്ടാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് അസറ്റൊക്കെ നല്ല രീതിയിലാണ് കാര്യക്ഷമമായിട്ടാണ് അവർ വിനിയോഗിക്കുന്നതെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് മതിയെന്ന് ആലോചിക്കുക, വളരെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി. നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ, അല്ല ശരിയായ രീതിയിലൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹ്യൂജ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി ചിന്തിച്ചാൽ മതി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഹൈലി എഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായ മതി എന്ന് ചിന്തിക്കുക. ഇത്രയും പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.